ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സമൂഹം കൽപ്പിക്കുന്ന അയോഗ്യത ക്രിസ്തീയ ശിഷ്യത്വത്തിന് ബാധകമല്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്ന മാതൃകയാണ് കർത്താവിൻ്റെ അപ്പോസ്തലനായ ചുങ്കക്കാരൻ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ വിളിയും തെരഞ്ഞെടുപ്പും പ്രധാനമായി വേദപുസ്തകത്തിൽ 2 ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും. കഫർന്നഹൂമിൽ പക്ഷപാത രോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്ന് കർത്താവ് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്നവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. വിളിച്ച് വേർതിരിക്കുന്ന സാഹചര്യം 12 അപ്പോസ്തലന്മാരിൽ എല്ലാവരെക്കുറിച്ചും വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നില്ല. ശീമോൻ പത്രോസ് ശ്ലീഹ, ഫിലിപ്പോസ്, യോഹന്നാൻ, യാക്കോബ്, അതുപോലെ തന്നെ ചുങ്കക്കാരൻ മത്തായി എന്നീ 5 ശിഷ്യന്മാരെ കുറിച്ചാണ് അവരെ വിളിച്ചു വേർതിരിക്കുന്ന സന്ദർഭം വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 12 പേരിൽ ഈ 5 പേരെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നത്? പിതാവായ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, ഈ 5 പേരുടെ അവരെ വിളിച്ചു വേർതിരിച്ച സന്ദർഭം പ്രത്യേകം പ്രതിപാദിച്ചതിന്റെ കാരണം അത്രമാത്രം ബലഹീനമായ സാഹചര്യത്തിൽ നിന്നാണ് യേശുതമ്പുരാൻ ഇവരെ വിളിച്ചു വേർതിരിച്ചത്. സമൂഹം അയോഗ്യത കൽപ്പിക്കുന്ന സാഹചര്യങ്ങൾ. പത്രോസും യോഹന്നാനും യാക്കോബും സാധാരണക്കാരിൽ സാധാരണക്കാർ, വെറും മീൻപിടുത്തക്കാർ. താരതമ്യേന പ്രാധാന്യമില്ലാത്ത സാധാരണക്കാർ വസിക്കുന്ന സ്ഥലമായ ബെത്സയിദയിൽ നിന്നുള്ളവനാണ് ഫിലിപ്പോസ്. എല്ലാറ്റിലും വെറുക്കപ്പെട്ടവൻ, സമൂഹം പാപി എന്നെണ്ണപ്പെട്ടവൻ. അതാണ് ചുങ്കക്കാരൻ. ചുങ്കക്കാരനെ ശിഷ്യനാക്കി എന്നത് യേശു അഭിമുഖീകരിച്ച വലിയ വിമർശനമായിരുന്നു. പക്ഷെ യാതൊരു സങ്കോചവുമില്ലാതെ യേശുക്രിസ്തു ഇതിനെ അഭിമുഖീകരിച്ചു. കർത്താവ് ഉത്തമമായ മറുപടി തന്റെ വിമർശകർക്ക് നൽകി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 31-ാം വാക്യം, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സമൂഹം അയോഗ്യത കൽപ്പിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ, സമൂഹം അയോഗ്യരെന്ന് കരുതുന്ന ആളുകളിൽ ദൈവീക മഹത്വത്തിന്റെയും തേജസ്സിന്റെയും വളരെ ശ്രേഷ്ഠമായ അവസ്ഥ യേശുക്രിസ്തു മനസ്സിലാക്കി. അതുകൊണ്ടാണ് കർത്താവ് ബലഹീന സാഹചര്യങ്ങളിൽ നിന്ന് തന്റെ ശിഷ്യന്മാരെ വിളിച്ചു വേർതിരിക്കുന്നത്. പിതാവായ ജോൺ ക്രിസോസ്റ്റം വളരെ മനോഹരമായ ഒരു വിശദീകരണം ഇതിന് നൽകുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെ വിവരിക്കുന്നത് പക്ഷപാത രോഗിയുടെ സൗഖ്യമാണ്. ശരീര അവയവങ്ങൾ ചലിപ്പിക്കുവാൻ സാധിക്കാതെ, പരസഹായമില്ലാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കാതിരിക്കുന്ന പക്ഷപാത രോഗി. 4 സ്നേഹിതന്മാർ അവനെ എടുത്തുകൊണ്ട് കഫർന്നഹൂമിൽ യേശു ഉണ്ടായിരുന്ന ഭവനത്തിന്റെ മേൽക്കൂര മാറ്റി കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. ആ സ്നേഹിതരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് പക്ഷപാത രോഗിയോട് പറയുന്നു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ചുറ്റും കൂടിയിരുന്ന ആളുകളൊക്കെ ശാരീരികമായ സൗഖ്യമാണ് ആഗ്രഹിച്ചത്. എന്നാൽ യേശുക്രിസ്തു നൽകിയത് കടങ്ങളുടെ പരിഹാരവും പാപമോചനവും. അവിടെയാണ് നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ പ്രാർത്ഥനയുടെ ലക്ഷ്യം. നമ്മൾ ഓരോ വിഷയം വെച്ച പ്രാർത്ഥനകളല്ല വിശുദ്ധ കുർബാനയിലും കൗദാശിക സന്ദർഭങ്ങളിലും നിർവഹിക്കുന്നത്. നമ്മൾ ആവർത്തിച്ചു പറയുന്നത്, കർത്താവേ, പാപമോചിക്കണമേ, കടങ്ങൾ പരിഹരിക്കണമേ. കടങ്ങളുടെ പരിഹാരകനും പാപമോചകനുമായിട്ടാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നതും ആ അർത്ഥതലത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും. യേശുക്രിസ്തു പക്ഷപാത രോഗിയുടെ പാപം മോചിച്ചു. പക്ഷേ യഹൂദ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും യേശുവിൻ്റെ ഈ പ്രവൃത്തി ഒട്ടും തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മനുഷ്യപുത്രന്റെ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട് എന്ന് അവർ മനസ്സിലാക്കേണ്ടതിന് യേശുക്രിസ്തു പക്ഷപാത രോഗിയോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു.
പിതാവായ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, ഹി കെയിം നോട്ട് ക്യൂർ ബോഡീസ് ഓൺലി, ശരീരത്തിൻ്റെ ആശ്വാസത്തിനും സൗഖ്യത്തിനും വേണ്ടി മാത്രമല്ല അവൻ വന്നത്, ബട്ട് ടു ഹീൽ ലൈക്ക്വൈസ് ദ വിക്കറ്റ്നെസ് ഓഫ് ദി സോൾ, ആത്മാവിൻ്റെ കറകളെയും ദുഷ്ടതകളെയും കഴുകിക്കളയുവാനാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് പക്ഷപാതക്കാരൻ്റെ പാപം മോചിച്ചു എന്നതിൻ്റെ തെളിവായിട്ടാണ് പിതാവായ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, ചുങ്കസ്ഥലത്ത് തൻ്റെ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്ന ചുങ്കക്കാരനെ യേശുക്രിസ്തു നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക. അവനെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുധാവനം ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവവിളി. പക്ഷപാതക്കാരനെ എഴുന്നേറ്റ് നടത്തുവാൻ സാധിക്കുന്നവന് ഒരു നിമിഷം കൊണ്ട് എത്ര പാപിയായ മനുഷ്യനെയും എത്ര ബലഹീന സാഹചര്യത്തിലുള്ള മനുഷ്യനെയും സമൂഹം ബലഹീനത കൽപ്പിച്ചിട്ടുള്ള ഏത് സാഹചര്യത്തിൽ നിന്നും വിളിച്ചു വേർതിരിച്ച് അപ്പോസ്തലനാക്കുവാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ മത്തായി ശ്ലീഹായെ ചുങ്കസ്ഥലത്ത് നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ച മാതൃക. ഒന്നാമത്, ദൈവം സമൂഹം കൽപ്പിച്ചു വച്ചിരിക്കുന്ന അയോഗ്യതകളോ യോഗ്യതകളോ അല്ല നോക്കുന്നത്. കർത്താവ് മനുഷ്യന്റെ ഹൃദയം അറിയുന്നു. ഹി ഹൂ ഈസ് അക്വൈൻറ്റഡ് വിത്ത് ദി ഹാർട്ട്സ് ആൻഡ് നോസ് ദ സീക്രട്ട് ഓഫ് ഈച്ച് മെൻസ് മൈൻഡ് നോസ് ഓൾസോ വെൻ ഈച്ച് ഓഫ് ദീസ് വുഡ് ഒബേ. എപ്പോഴാണ് മനുഷ്യൻ അനുസരണത്തോടെ തന്നെ അനുധാവനം ചെയ്യുന്നതെന്ന് ഹൃദയങ്ങളെയും മനസ്സുകളെയും അറിയുന്ന ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് ഈ സാഹചര്യത്തിലായിരുന്നിട്ട് പോലും, സമൂഹം കൽപ്പിക്കുന്ന ദുഷ്ടതകളിലായിട്ട് പോലും, മത്തായി ശ്ലീഹായുടെ ഉള്ളിലെ മനുഷ്യനെ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ നിഷ്കളങ്കത കർത്താവിന് തിരിച്ചറിയുവാൻ സാധിച്ചതുകൊണ്ടാണ് തന്റെ അപ്പസ്തോലിക പദവിയിലേക്ക് ദൈവം അദ്ദേഹത്തെ വിളിക്കുന്നത്. രണ്ടാമത്, ഈ വിളി പഠിപ്പിക്കുന്നത് വിളിച്ചവന്റെ ശക്തി. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ വിളിച്ചവന്റെ ശക്തിയും വിളിക്കപ്പെട്ടവന്റെ അനുസരണവും. ദ പവർ ഓഫ് ഹിം ദാറ്റ് കോൾഡ്, സോ കൺസിഡർ ഓൾസോ ദ ഒബീഡിയൻസ് ഓഫ് ഹിം ദാറ്റ് വാസ് കോൾഡ്. ദൈവം മനുഷ്യനെ നോക്കുന്നത് ബാഹ്യമായ മാനദണ്ഡം അനുസരിച്ചല്ല, ഹൃദയപരമാർത്ഥത അനുസരിച്ചാണ്. അതുകൊണ്ട് വിളി കേൾക്കുന്നവൻ സർവ്വതും ഉപേക്ഷിച്ച് വിളിച്ചവനെ അനുധാവനം ചെയ്യുന്നു. വിളിച്ചവൻ സർവശക്തനായ ദൈവം, വിളി കേട്ടത് ആ ഗുരുവിനെ പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറായ ശിഷ്യൻ. അവിടെയാണ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും മനോഹാരിത വ്യക്തമാകുന്നത്. മറ്റുള്ള സുവിശേഷകർ വിശുദ്ധ മത്തായി ശ്ലീഹായെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ചുങ്കക്കാരൻ എന്ന വിശേഷണം ഒഴിവാക്കിയിരുന്നു. കാരണം ഇത് അവർക്ക് തന്നെ ഒരു വെറുപ്പും അവിശ്വസ്തതയും ഈ വിശേഷണത്തിലൂടെ ഉളവാകുമെന്നറിയാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 13-ാം വാക്യത്തിലും അപ്പോസ്തലന്മാരുടെ ലിസ്റ്റ് പറയുമ്പോൾ മത്തായി എന്ന് മാത്രമാണ് പ്രതിപാദിക്കുന്നത്. എന്നാൽ മത്തായി ശ്ലീഹ അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെ വിവരിക്കുമ്പം അദ്ദേഹം ഈ വിശേഷണത്തോടു കൂടിയാണ് പറയുന്നത്. അവിടെയാണ് തൻ്റെ ബലഹീനതകളുടെയും തൻ്റെ പ്രയാസങ്ങളുടെയും സാഹചര്യം, അതിൽ നിന്ന് തന്നെ കർത്താവ് വിളിച്ചു എന്നുള്ളത് മത്തായി ശ്ലീഹ ഒരിക്കലും മറച്ചു വയ്ക്കുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ചുങ്കക്കാരൻ മത്തായി എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതിപാദിച്ചത്. കാരണം ഫ്രം ദി മിഡ്സ്റ്റ് ഓഫ് ഈവിൾ, തിന്മയുടെ നടുവിൽ നിന്ന്, ഹി ഡ്രൂ ഹിം അപ്പ്, അവൻ മത്തായി ശ്ലീഹായെ വിളിച്ചുയർത്തി. ഈ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തന്റെ മുൻ അവസ്ഥയെക്കുറിച്ചും കർത്താവ് നൽകിയ ശുദ്ധീകരണത്തെക്കുറിച്ചും വിശുദ്ധ മത്തായി ശ്ലീഹ സാക്ഷിക്കുന്നു. സഹോദരങ്ങളെ, രണ്ടാമത് മത്തായി ശ്ലീഹായെക്കുറിച്ചുള്ള, അപ്പോസ്തലനായ വിശുദ്ധ മത്തായിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ പ്രധാന ചിന്തയും അദ്ദേഹം നൽകുന്ന ആശയവും, അദ്ദേഹത്തെ വിളിച്ചു വേർതിരിച്ച ഉടൻ തന്നെ യേശുക്രിസ്തുവിനൊരു വിരുന്ന് അദ്ദേഹം സ്വഭവനത്തിൽ ഒരുക്കി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യത്തിൽ, ലേവി തന്റെ വീട്ടിൽ അവനൊരു വലിയ വിരുന്നൊരുക്കി ചുങ്കക്കാരും
മറ്റും വലിയൊരു പുരുഷാരം അവരോടുകൂടെ പന്തിയിലിരുന്നു. ഇവിടെ പ്രതിപാദിക്കുന്നത് ലേവി എന്ന പേരാണ്. മർക്കോസ് 2:14 ലൂക്കോസ് 5:29 ഈ പേര് കാണുന്നുണ്ട്. മർക്കോസ് 2:15 ലേവി നടത്തിയിരുന്ന വിരുന്നിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. യഹൂദന്മാർക്ക് സാധാരണ എബ്രായ പേരും യവന അല്ലെങ്കിൽ ഗ്രീക്ക് പേരും അങ്ങനെ 2 പേരുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ധന്യനായ പൗലൂസ് അപ്പോസ്തലന്റെ യവന നാമമാണ് പൗലൂസ്, എന്നാൽ എബ്രായ നാമം ശൗൽ എന്നുള്ളതാണ്. എബ്രായ നാമത്തിൽ ലേവി എന്ന പേരിലും മത്തായി ശ്ലീഹ അറിയപ്പെടുന്നു. മത്തായി എന്നതും ഒരു ഹീബ്രു അല്ലെങ്കിൽ എബ്രായ പദം തന്നെയാണ്, എബ്രായ നാമം തന്നെയാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ ചുങ്കക്കാരനായ മത്തായി ലേവി വിരുന്നൊരുക്കുന്നു. അത് മത്തായി ശ്ലീഹയുടെ സ്വഭാവത്തിന്റെ, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയുടെ 2ാം വശം. അതോടൊപ്പം തന്നെ യേശുക്രിസ്തു ലേവിയോടൊരുമിച്ച് വിരുന്ന് കഴിച്ചതുകൊണ്ട്, പന്തിയിൽ ഇരുന്നതുകൊണ്ട്, കർത്താവിന്റെ ജീവിതാവസാനം വരെ, തന്റെ ശുശ്രൂഷയുടെ അവസാനം യേശുക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോഴും കർത്താവിന്റെ നേരെ ആരോപണം ഉയർത്തുമ്പോഴും പറഞ്ഞിരുന്ന വലിയ വിമർശനവും ഇത് തന്നെയാണ്. തീനിയും കുടിയനും, ചുങ്കക്കാരന്റെയും പാപിയുടെയും സ്നേഹിതനും. പരീശന്മാർ പറഞ്ഞത്, ബിഹോൾഡ് എ മേൻ ഗ്ലട്ടണസ്, തീനിയായ മനുഷ്യൻ, ആൻഡ് എ വൈൻ ബൈബർ ആൻഡ് എ ഫ്രണ്ട് ഓഫ് പബ്ലിക്കൻസ് ആൻഡ് സിന്നേഴ്സ്. ഈ വിമർശനത്തിന്റെയും പ്രധാന കാരണക്കാരൻ വിശുദ്ധ മത്തായി ശ്ലീഹയാണ്. എന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, എത്ര ഭംഗിയായിട്ടാണ് യേശുക്രിസ്തു ഇതിനെ അഭിമുഖീകരിച്ചത്, അതിജീവിച്ചത്. ഈ ആരോപണം ഒരു അലങ്കാരമായി കർത്താവ് കണ്ടു. കാരണം എബ്രായക്കാരുടെ പാരമ്പര്യത്തിൽ ആതിഥേയത്വം ശ്രേഷ്ഠമാണ്. പിതാവായ അബ്രഹാം യഹോവയെ സ്വീകരിച്ചതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. മമ്രയുടെ തോപ്പിൽ അദ്ദേഹം കൂടാരവാതിക്കൽ ഇരിക്കുമ്പോഴാണ് അങ്ങകലെ 3 പുരുഷന്മാരെ കാണുന്നത്. അദ്ദേഹം ഓടിച്ചെന്ന തന്റെ ശിരസ് ഭൂമിയോളം കുനിച്ച് ഈ 3 പുരുഷന്മാരെ ക്ഷണിക്കുന്നു തന്റെ ഭവനത്തിലേക്ക്. അവർ 3 പേരും അബ്രഹാമിന്റെ ക്ഷണം സ്വീകരിച്ച് അബ്രഹാമിന്റെ ഭവനത്തിൽ വന്നു. വലിയ വിരുന്ന് അവിടെ ഒരുക്കുകയാണ്. ആ വിരുന്നിൽ സംബന്ധിച്ച് ഈ 3 പുരുഷന്മാർ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എന്തായിരുന്നു അനുഗ്രഹം? 100 വയസ്സുള്ള മനുഷ്യൻ, വൃദ്ധയായ ഭാര്യ സാറ, അവർക്ക് മക്കളില്ല. എന്നാൽ ആതിഥേയത്വം സ്വീകരിച്ച 3 പുരുഷന്മാർ അബ്രഹാമിനെയും സാറയും അനുഗ്രഹിച്ചു. ആ അനുഗ്രഹമാണ് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക്. അതുകൊണ്ട് എബ്രായ പാരമ്പര്യത്തിൽ ആതിഥേയത്വത്തിനും അതിൻ്റെ ശ്രേഷ്ഠതയ്ക്കും വലിയ വലിയ പ്രാധാന്യമുണ്ട്. പുതിയ നിയമസഭയിലും അപ്പോസ്തോലിക സഭയിൽ ആതിഥേയത്വത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അനവധി സന്ദർഭങ്ങളുണ്ട്. ഫിലേമോനും അക്കുല്ലായും പ്രിസ്കുല്ലായും ഒക്കെ ദൈവ ശുശ്രൂഷകരെ ഭവനത്തിൽ അതിഥികളായി സ്വീകരിച്ചു. യേശുക്രിസ്തു കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിലും ബഥാനിയിലെ കൊച്ചു ഭവനത്തിലും ചുങ്കക്കാരൻ സക്കായിയുടെ ഭവനത്തിലും ഈ ശിഷ്യന്റെ ഭവനത്തിലുമെല്ലാം കർത്താവ് അതിഥിയായി ചെല്ലുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, യേശുക്രിസ്തു എന്തിനാണ് അതിഥിയായി ഈ ഭവനങ്ങളിൽ ചെല്ലുന്നത്? കാരണം യേശുക്രിസ്തു കടങ്ങളുടെ പരിഹാരവും പാപമോചനവും നൽകി. ആ കടങ്ങളുടെ പരിഹാരവും പാപമോചനവും ഇവർക്ക് ലഭിക്കുന്ന വലിയൊരു പ്രത്യാശയെക്കുറിച്ച്, ഭാവിയിൽ ലഭിക്കാനിരിക്കുന്ന വലിയ പ്രത്യാശയെക്കുറിച്ചാണ് കർത്താവ് പഠിപ്പിച്ചത്. ഇത് കേവലം വാക്കുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രസംഗം മാത്രമല്ല, പ്രവൃത്തിയിലും പാപമോചനവും കടങ്ങളുടെ പരിഹാരവും വ്യക്തമാക്കാനാണ് കർത്താവ് അവരോടുകൂടെ പന്തിയിലിരുന്നത്. ഇത് നമ്മുടെ ആരാധന പാരമ്പര്യത്തിലെ മനോഹരമായൊരു ചിന്ത. ഒരുമിച്ചുള്ള പന്തി ഭോജനം വരുവാനിരിക്കുന്ന സ്വർഗീയ പന്തി ഭോജനത്തിലെ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും നിത്യജീവന്റെയും തെളിവാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന അവിടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ അംശികളായി ഏക ശരീരത്തിന്റെ ഭാഗങ്ങളായി തീരുന്നത് സ്വർഗീയ വിരുന്നിന്റെ, നിത്യജീവനിലെ സ്വർഗീയ പന്തിഭോജനത്തിന്റെ വളരെ ശ്രേഷ്ഠമായ പ്രതീകമാണെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. നമ്മൾ യേശുക്രിസ്തുവിൽ ദർശിക്കുന്ന ഈ മനോഹരമായ പഠന രീതിയും കർത്താവ് ജീവിതത്തിൽ തൻ്റെ മനുഷ്യാവതാര കാലഘട്ടത്തിൽ തന്നെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന ഈ ശ്രേഷ്ഠമായ മാതൃക നമുക്ക് മനസ്സിലാക്കണം.
അവിടെ ക്രിസ്തുവിനെ അതിഥിയായി സ്വീകരിച്ച ആതിഥേയനാണ് വിശുദ്ധ മത്തായി ശ്ലീഹ. കർത്താവ് പലപ്പോഴും സ്വീകരിക്കുകയും അതുപോലെ തന്നെ കർത്താവ് സന്ദർശിക്കുകയും ചെയ്യുന്ന ഭവനങ്ങൾ ആർക്കും വേണ്ടാത്തവരുടെ ഭവനങ്ങൾ, എല്ലാവരും എതിർക്കുന്നവരുടെ ഭവനങ്ങൾ. എന്നാൽ ഇന്ന് നമ്മളെ ഉന്നതരായ മനുഷ്യരെ സ്വീകരിക്കുവാനും ഉന്നതരായ മനുഷ്യരാൽ സ്വീകരിക്കപ്പെടുവാനും നമുക്കിഷ്ടമാണ്. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെയല്ല ചെയ്തത്. ആർക്കും വേണ്ടാത്തവർ, ചുങ്കക്കാരും പാപികളും, വലിയ പുരുഷാരം. അതാണ് ചുങ്കക്കാരൻ മത്തായിയുടെ വീട്ടിൽ യേശുവിനോടുകൂടെ പന്തിയിലിരുന്നത്. ഈ പുരുഷാരത്തെ എബ്രായക്കാർക്ക് ഇഷ്ടമില്ല, പരീശന്മാർക്ക് ഇഷ്ടമില്ല. കാരണം ചിതറിയവരും കുഴഞ്ഞവരും ഇടയനില്ലാത്ത ആടുകളെ പോലെയുള്ള പുരുഷാരം. ആ പുരുഷാരത്തെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുക, അതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. അതാണ് മത്തായി ശ്ലീഹ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചതും. പീപ്പിളിംഗ് ഓഫ് ദി അൺപീപ്പിൾ, ജനമല്ലാത്തവരെ ജനമാക്കി തീർക്കുക. ജനമല്ലാത്തവരെ ജനമാക്കി തീർക്കുവാനുള്ള യേശു ക്രിസ്തുവിൻ്റെ മഹത്തരമായ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ, ദൈവരാജ്യ ധർമ്മത്തിൻ്റെ മനോഹര പ്രതീകവും മാതൃകയുമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധനായ മത്തായി ശ്ലീഹ, ചുങ്കക്കാരനായ മത്തായി ശ്ലീഹ. ഇവിടെയാണ് മത്തായി ശ്ലീഹയെക്കുറിച്ചുള്ള നമ്മുടെ സഭാ പാരമ്പര്യത്തിൻ്റെ മൂന്നാമത്തെ ചിന്ത. അദ്ദേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണം ശ്ലീഹോ കോറൂസോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സുവിശേഷകനായ അപ്പോസ്തോലൻ. അപ്പം നമുക്ക് തോന്നും മറ്റു 12 അപ്പോസ്തോലന്മാരും സുവിശേഷകരല്ലേ? അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് 4 സുവിശേഷ ഗ്രന്ഥങ്ങൾ, വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ. ഈ 4 സുവിശേഷ ഗ്രന്ഥങ്ങളിൽ ഒന്നാമത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ പേരിലാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ ശ്ലീഹായും സുവിശേഷ ഗ്രന്ഥകർത്താവുമാണ്. സുവിശേഷകനായ അപ്പോസ്തോലൻ, മാത്യു ദ ഇവാഞ്ചലിസ്റ്റ് എന്ന് വിശുദ്ധ മത്തായി ശ്ലീഹയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു. പിതാവായ ഐറേനിയോസും അലക്സാന്ദ്രിയയിലെ വിശുദ്ധ ക്ലെമന്റും വിശുദ്ധ മത്തായി ശ്ലീഹ എബ്രായക്കാരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിച്ചുവെന്നും അതിനുശേഷം ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ പ്രത്യേകിച്ച് എത്യോപ്യയിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യത്തിലും സുവിശേഷ പ്രവർത്തനം നടത്തിയതായി പാരമ്പര്യം സാക്ഷിക്കുന്നു. എത്യോപ്യയിലോ ഹീറോപോലീസിനടുത്തു വെച്ചോ രക്തസാക്ഷിയായി മരിച്ചു. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പും ഇറ്റലിയിലെ സാലേർനോയിൽ സ്ഥാപിച്ചിരിക്കുന്നു. സുവിശേഷകനായ അപ്പോസ്തോലൻ. സഹോദരങ്ങളെ, 4 സുവിശേഷങ്ങൾ, അതിനെക്കുറിച്ച് സുറിയാനി പാരമ്പര്യത്തിൽ അതുപോലെ തന്നെ പിതാക്കന്മാരുടെ എഴുത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട 4 പ്രതീകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം മത്തായി ശ്ലീഹയുടെ വീക്ഷണം മനസ്സിലാക്കുവാനാണ്. യഹസ്കേൽ പ്രവചനത്തിൽ ദൈവസിംഹാസനം വഹിക്കുന്ന കെറൂബിനെ കുറിച്ച് പ്രതിപാദനമുണ്ട്. ആ കെറൂബുകൾക്ക് 4 മുഖമുണ്ട്. 4 മുഖമുള്ള കെറൂബുകൾ ദൈവസിംഹാസനം വഹിക്കുന്നു, ദൈവ തേജസ് വഹിക്കുന്നു. അവൻ കെറൂബുകളിന്മേൽ അധിവസിക്കുന്നുവെന്ന് യഹോവയാം ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പ്രതിപാദനമുണ്ട്. ഈ 4 മുഖങ്ങൾ, കെറൂബിന്റെ 4 മുഖം, 1 മനുഷ്യന്റെ മുഖം, 2 സിംഹത്തിന്റെ മുഖം, 3 കാളക്കിടാവിന്റെ മുഖം, 4-മത്തേത് കഴുകന്റെ മുഖം. പിതാവായ ജെറോം, അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യത്തിലും പിതാക്കന്മാർ അവർ ഈ 4 മുഖമുള്ള കെറൂബിനെ കണ്ടിട്ട് പറഞ്ഞു, ഇതാണ് 4 സുവിശേഷ ഗ്രന്ഥങ്ങൾ. 4 സുവിശേഷ ഗ്രന്ഥങ്ങൾ, മനുഷ്യമുഖം, സിംഹത്തിന്റെ മുഖം, കാളക്കിടാവിന്റെ മുഖം, കഴുകന്റെ മുഖമുള്ള 4 സുവിശേഷങ്ങൾ ദൈവ തേജസ് വഹിക്കുന്നു. യഥാർത്ഥത്തിൽ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിന്റെ പ്രതീകമായി പറയുന്നത് മനുഷ്യമുഖമാണ്. അദ്ദേഹം യഹൂദ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുവിശേഷം പ്രധാനമായും ക്രിസ്ത്യാനികളായി തീർന്ന യഹൂദന്മാർക്ക് യേശു ക്രിസ്തു പ്രവചന പുസ്തകത്തിലും തിരുവെഴുത്തിലും പ്രതിപാദിച്ചിരുന്ന രക്ഷകനായ മശിഹായാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് അദ്ദേഹം എഴുതിയത്. അതുകൊണ്ട് പഴയ നിയമ മാതൃകകൾ, ടൈപ്സ്, റോസോ, അതെല്ലാം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി ഈ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിലൂടെ
പ്രതിപാദിച്ചു. അതുപോലെ തന്നെ 8 ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏക സുവിശേഷം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷമാണ്. ഇവിടെയെല്ലാം മത്തായി ശ്ലീഹ പ്രതിനിധീകരിക്കുന്നത് സുവിശേഷത്തിന്റെ മനുഷ്യമുഖം. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് യഹൂദ പാരമ്പര്യത്തിലൂടെ വ്യക്തമാകുകയും മനുഷ്യന്റെ രക്ഷയെക്കുറിച്ചുള്ള മനോഹര പ്രതിപാദനം കർത്താവ് മത്തായി ശ്ലീഹ നിർവഹിക്കുകയും ചെയ്യുന്നു. 4 പ്രതീകങ്ങൾ, അത് 3 അർത്ഥതലത്തിൽ പിതാക്കന്മാർ വിവരിക്കും. സുവിശേഷകനെ കുറിച്ച്, അതുപോലെ ക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പ്രതിപാദനം, രക്ഷയുടെ പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തെക്കുറിച്ച് അതിന്റെ പ്രതീകം സിംഹം എന്നുള്ളതാണല്ലോ. അവിടെ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു കർത്താവിന്റെ രാജത്വത്തെക്കുറിച്ചും കർത്താവിന്റെ ശക്തിയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. മനോഹരമായ ഒരു വിവരണം, ഈ സിംഹം ഉറങ്ങുന്നത് കണ്ണു തുറന്നുറങ്ങുകയാണ് എന്നൊരു പാരമ്പര്യമുണ്ട്. മർക്കോസ് അപ്പോസ്തലന്റെ സുവിശേഷം അതിലെ പ്രതിപാദനത്തെക്കുറിച്ച് പിതാക്കന്മാർ പറഞ്ഞത്, ജീവനുള്ളവൻ ഖബറിൽ അടയ്ക്കപ്പെട്ടു, 3-ാം ദിവസം ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ യഥാർത്ഥത്തിൽ കണ്ണു തുറന്ന് ഖബറിൽ കടന്നു. കർത്താവിന്റെ ഉയർപ്പിന്റെ മഹിമയും മനുഷ്യാവതാരത്തിന്റെ ശ്രേഷ്ഠതയും അത് മർക്കോസ് അപ്പോസ്തലൻ വിവരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള വിശ്വാസമാണ് രക്ഷയുടെ അടിസ്ഥാനമെന്ന് പഠിപ്പിക്കുന്നു. അതേസമയം ലൂക്കോസ് അദ്ദേഹത്തിന്റെ സുവിശേഷം പ്രതിനിധീകരിക്കുന്നത് യാഗവസ്തുവായ കാളക്കിടാവാണ്. സക്കറിയ പുരോഹിതൻ ദേവാലയത്തിൽ ധൂപം അർപ്പിക്കുന്ന ഒരു ബലിയുടെയും യാഗത്തിന്റെയും ബലിപീഠത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ലൂക്കോസ് എവൻഗേലിയോസ് സുവിശേഷം തുടങ്ങുന്നത് തന്നെ. കർത്താവിന്റെ പരമമായ യാഗം സർവ്വലോകത്തിനും വേണ്ടി മഹാപുരോഹിതനായി സ്വയം ബലിയായി തീർന്ന കർത്താവിനെ ലൂക്കോസ് എവൻഗേലിയോസ് വിവരിക്കുന്നു. അതേസമയം യോഹന്നാൻ അപ്പോസ്തലന്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത് കഴുകന്റെ പ്രത്യേകത നമുക്കറിയാം, ഉയരത്തിൽ പറക്കും. എന്നാൽ ഭൂമിയിലെ സൂക്ഷ്മ വസ്തുക്കൾ പോലും കഴുകനെ തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ കഴുകനെ കുറിച്ച് പറയുന്ന മറ്റൊരു വിശേഷണം, നേരെ സൂര്യനെ നോക്കുവാൻ കഴിവുള്ള കണ്ണുകൾ അത് കഴുകനുണ്ട്. നമ്മളാരും സൂര്യനെ നേരെ നോക്കിയാൽ നമ്മുടെ കണ്ണ് മഞ്ചിപ്പോകും. എന്നാൽ കഴുകന് നേരെ സൂര്യനെ നോക്കാം. എന്താണ് അർത്ഥം? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ തുടങ്ങിയത് അങ്ങനെയാ. യേശുക്രിസ്തുവിന്റെ നിത്യ ദൈവത്വത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും യഥാർത്ഥത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിച്ചു. നിത്യജീവനിലേക്ക് നേരിട്ട് നോക്കി, അതാണ് പിതാക്കന്മാർ പറഞ്ഞത്. അതാണ് യോഹന്നാൻ കഴുകൻ എന്ന പ്രതീകത്താൽ അദ്ദേഹത്തെ വിവരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സ്മരണ. മത്തായി ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒന്ന്, അദ്ദേഹം സുവിശേഷകനായ അപ്പോസ്തലനാണ്. സുവിശേഷത്തിന്റെ മനുഷ്യമുഖം അദ്ദേഹം വെളിപ്പെടുത്തി. അതുപോലെ തന്നെ വിളിച്ച് വേർതിരിക്കുന്നു. യഥാർത്ഥത്തിൽ ശിഷ്യത്വത്തിലേക്ക് സർവശക്തനായ ദൈവം അദ്ദേഹത്തെ. സമൂഹം കൽപ്പിക്കുന്ന യോഗ്യതകളോ അയോഗ്യതകളോ അല്ല ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം തൻ്റെ വിളിയിലൂടെയും തൻ്റെ ജീവിതത്തിലൂടെയും വ്യക്തമാക്കി. അതുപോലെ എബ്രായ പാരമ്പര്യത്തിലുള്ള ധാർമ്മികത, ആതിഥേയത്വം, അതിൻ്റെ മൂല്യം യഥാർത്ഥത്തിൽ മത്തായി ശ്ലീഹ വെളിപ്പെടുത്തി. യേശു ക്രിസ്തു ആർക്കും വേണ്ടാത്തവരെയും എല്ലാവരെയും എതിർക്കുന്നവരെയും സ്നേഹിക്കുന്നവനാണ്. ജനമല്ലാത്തവരെ ജനമാക്കി തീർക്കുന്നതാണ് കർത്താവിൻ്റെ ശുശ്രൂഷയെന്ന് വിശുദ്ധ മത്തായി ശ്ലീഹ വെളിപ്പെടുത്തി. കർത്താവിൻ്റെ കരുതലും സ്നേഹവും പാപികളോടുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രത്യേക സ്നേഹവും ആ വീണ്ടെടുപ്പും നമുക്ക് ശരിക്ക് സ്വജീവിതത്തിലൂടെ മനസ്സിലാക്കി തന്ന ഈ ശ്ലീഹായുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.